ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 22:29 വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനങ്ങളെ അറിയാത്തത് കൊണ്ട് മനുഷ്യൻ ഹല്ലേലൂയ തെറ്റിപ്പോകുന്നു എന്നാണ് ഇതിൻ്റെ സാരാംശം. ഈ വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത് സ്വർഗീയ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയുടെ കരത്തിൽ പ്രൈസലോട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതായത് പ്രൈസലോട് അബ്രഹാം പ്രൈസലോ ദൈവവിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പിതൃപാരമ്പര്യം വിട്ട് ഹല്ലേലൂയ ദൈവഭാവത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ പിതൃപാരമ്പര്യത്തിൻ്റെ കിടപ്പ്, സ്വഭാവം, നടപ്പ്, ജീവിതത്തിൽ അനേക വിഷയങ്ങളുണ്ട്. അതൊക്കെ പ്രൈസലാമേ വിട്ടുകൊണ്ടാണ് പ്രൈസലാമേ ദൈവഭാഗത്തിലേക്ക് അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. പ്രൈസലാമേ സ്തോത്രം. അതുകൊണ്ട് നാം വിട്ട് കളഞ്ഞതായ അനേക സംഗതികൾ വീണ്ടും ബന്ധക്കോസുകാർ തിരിച്ചെടുക്കുകയാണ്. അതെന്തിനാണ്? പ്രൈസലാമേ ഹല്ലേലൂയ. അതായത് പ്രൈസലോ അത് പിതൃപാരമ്പര്യത്തിൽ പ്രൈസലാമേ നടക്കുന്നതായ സംഭവങ്ങൾ മനുഷ്യനെ ഏറ്റെടുക്കുകയാണ്. ഉദാഹരണത്തിന് പ്രൈസലാമേ ഹല്ലേലൂയ ഒരു വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോയി പ്രൈസലാമേ തിരക്കി അറിയുന്ന ഒരു അനുഭവം ഇന്ന് വിശ്വാസകോളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങൾ പ്രൈസലോട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസലോം ആത്മീയ കൂട്ടായ്മ സ്തോത്രം ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധത്തിലുള്ളതാണ്. അത് സ്തോത്രം അനുഗ്രഹവും വിടുതലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് തിരുവചനത്തിലുള്ള പ്രൈസലാമേ ഹല്ലേലൂയ ആലോചന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലോചന എന്താണ് പറയുന്നത് അതാണ് പ്രൈസലോ ദൈവജനം അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആരാധന പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തിലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ആരാധന ജഡീക ആരാധനയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പെന്തിക്കോസ് ആരാധന എന്ന് പറയുന്നത് ജഡീക ആരാധനയല്ല, മറിച്ച് പ്രൈസലാമേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ പ്രൈസലോ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതാണ്. സ്തോത്രം. അരുമനാഥനായ ദൈവത്തെ സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമുക്കായി ആരാധിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഇടം പ്രൈസലാമേ അവനെ നാം പ്രൈസലോ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളതാണ് നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്നിൽ കേൾക്കുന്ന പ്രിയരേ സ്തോത്രം. നിങ്ങൾ ആരാധിക്കുന്നത് അതേ സത്യത്തിലും ആത്മാവിലാണോ? അല്ലെങ്കിൽ ആത്മാവിലും സത്യത്തിലാണോ? അതല്ല ജഡീക ആരാധനയാണോ നടത്തുന്നെന്നുള്ളത് അവരവർ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രൈസലാമേ ഹല്ലേലൂയ കടമെടുത്തതല്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്നേക്കുമുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം എഴുതിയതാണ് തിരുവചനം. പ്രൈസലാമേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് വേർപെട്ട ആരാധന തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വേർപെട്ട ആരാധന, വേർപാട് ആവശ്യമാണ്. ഇന്ന് വേർപാടില്ലാത്ത ആരാധനകൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതും ദൈവസന്നിധിയിൽ പ്രൈസലാമേ ഹല്ലേലൂയ കുറവാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധിയോടെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയോടെ ജീവിക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം
ദൈവത്തെ നാം ഹല്ലേലൂയ അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നെന്ന് പ്രൈസലോ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലാമേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ജാതീയ ആരാധനയല്ല പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, പഠിപ്പിക്കുന്നത്. സ്തോത്രം. ചിലർ പ്രൈസലാമേ ദൈവസന്നിധിയിൽ വേദിയിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരെ കാണാൻ കഴിയും. അതായത് വേദിയിൽ സ്തോത്രം ഇറുകിയ ഉടുപ്പും ഇറുകിയ പാൻറ്റും ഇഞ്ച് ചെയ്ത് എന്തോ ഒരു രൂപ രീതിയിൽ അവർ വലിയ പ്രസംഗങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രൈസലാമേ സ്തോത്രം. പാൻറ്റും ഉടുപ്പും ഇടുന്നത് കൊണ്ട് വിലക്കില്ല. പക്ഷേ യോജിച്ച അല്ലെങ്കിൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ചു വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസംഗിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ അതും പ്രൈസലാമേ ആരാധനകൾ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി തീരുന്നു. പ്രസംഗം ഹല്ലേലൂയ, നല്ല നല്ല പ്രസംഗങ്ങൾ ലോകത്തിൽ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനകൾ, നല്ല നല്ല ആരാധനകൾ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ പിടിയിൽ അമർന്ന് പലരും പൊക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു തിരിച്ചു മടങ്ങി വരേണ്ടതായ ഒരു സ്തോത്രം ആവശ്യമാണ്. ദൈവജനം ഒന്ന് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന പശ്ചാത്തലം, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സ്തോത്രം നാം മനസ്സിലാക്കി നാം മടങ്ങി വരേണ്ടതായ കാലങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ആരാധന എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രമുള്ള ആരാധനയല്ല. രക്ഷിക്കപ്പെട്ട സ്തോത്രം ഹല്ലേലൂയ സകല മനുഷ്യർക്കുമുള്ള ആരാധനാലയമാണ്. അവിടെ അല്ലെങ്കിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല, ദൈവമാണ് സമ്പന്നനാക്കുന്നതും ദൈവമാണ് പാവപ്പെട്ടവനാക്കുന്നതും. ഒരിക്കൽ സമ്പന്നനായിരുന്നവർ പാവപ്പെട്ടവരായിട്ടുണ്ട്. ചിലർ പാവപ്പെട്ടവരായിരുന്നവർ സ്തോത്രം പണക്കാരായിട്ടുണ്ട്. ഇതൊക്കെ നിശ്ചയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. അല്ലാതെ പ്രേക്ഷലോ മനുഷ്യൻ്റെ മിടുക്കല്ല, മനുഷ്യൻ്റെ കഴിവല്ല, മനുഷ്യൻ്റെ ആഗ്രഹമല്ല, മനുഷ്യൻ്റെ സാമർഥ്യമല്ല, മറിച്ചു ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. സ്തോത്രം. മനുഷ്യൻ്റെ ഉള്ളിൽ ചില സാങ്കല്പികമായ കണക്കുകൂട്ടുകളുണ്ട്. ആ കണക്കുകൂട്ടുകൾക്കപ്പുറമായി മറിച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, പദ്ധതിയുണ്ട്. സ്തോത്രം. ആത്മാവിൻ്റെ വിടുതലുകളെ, ആത്മാവിൻ്റെ ശക്തിയെ ആരാഞ്ഞറിയുന്നത് ആരാകുന്നു? അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കഴിയൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചനകളെ മനസ്സിലാക്കാൻ കഴിയൂ. സ്തോത്രം. ദൈവം അവൻ്റെ കരുണയുടെ ബലത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ സ്തോത്രം. ഒരു ജാതീയമായ വ്യവസ്ഥകളൊന്നും ബന്ധക്കോസ് ആരാധനയിൽ കൊണ്ടുവരാൻ പാടില്ല. ഹല്ലേലൂയ. തുള്ളൽ ചില ബന്ധക്കോസ് അത് ആരാധനയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ജാതീയമായ വ്യവസ്ഥയുടെ തുള്ളലാണ്. അത് മാറ്റണം. അതുപോലെ ആചാരങ്ങൾ, അനേക വ്യവസ്ഥകൾ, ജാതീയ വ്യവസ്ഥകളിൽ നിന്ന് കടമെടുത്ത മനുഷ്യൻ അതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ആത്മീയ തലത്തിൽ വളരെ പരാജയത്തിലേക്ക് മനുഷ്യൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, എന്തെങ്കിലും കൂട്ടായ്മ ബന്ധത്തിൽ ജാതീയമായ വ്യവസ്ഥകൾ ആരെങ്കിലും സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനെ വിലക്കി അതിനെ തൂത്തുകളഞ്ഞ് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട് ദൈവിക ആലോചനകളെയും ദൈവത്തിൻ്റെ
ആ പ്രൈസലാമേ വ്യവസ്ഥകളെയും മനസ്സിലാക്കി അതിനോട് യോജിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ് ദൈവം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം ചിലരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ സ്വർഗീയ പ്രൈസല ഉത്തരവാദിത്തങ്ങളെ, സ്വർഗീയ ആലോചനകളെ, സ്വർഗീയ വ്യവസ്ഥകളെ ചില മനുഷ്യരിൽ ദൈവം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രൈസലാമൻ ദൈവം ഏൽപ്പിക്കുമ്പോൾ ദൈവം പറയുന്നതായ വചനത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രൈസലാമൻ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയിൽ നാം ജീവിക്കുക എന്നുള്ളത് യഥാർത്ഥമായ ഒരു സംഗതി തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ജാതീയ പാരമ്പര്യത്തിലുള്ളതായ വ്യവസ്ഥകൾ ദൈവഭാഗത്ത് കൊണ്ടുവരൽ, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവവചനത്തിൽ പ്രൈസലം യേശുക്രിസ്തു ഹല്ലേലൂയ സ്നാനമേറ്റെഴുന്നേറ്റപ്പോൾ സ്വർഗം വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ചെവി കൊടുപ്പിൻ. പ്രൈസലാമേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടു. അതുകൊണ്ട് പ്രൈസലാമേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ, പ്രൈസലോ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആലോചനകളെ മറുതലിച്ചു പോവുകയല്ല വിശ്വാസികൾക്ക് വേണ്ടത്. മറിച്ച് ദൈവ ആലോചന ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നതാണ് ദൈവിക കൃപയെന്ന് പറയുന്നത്. ദൈവാലോചന ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദുഃഖമൊന്നും ചെയ്യാൻ കഴിയില്ല. പലർക്കും പലവിധമായ സംഭവങ്ങൾ, പരാജയങ്ങൾ, തോൽവികൾ ഒക്കെ സംഭവിക്കുന്നത് ദൈവാലോചന ഏറ്റെടുക്കാത്തതിൻ്റെ ഫലം കൊണ്ടാണ്. അതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം കണ്ടെത്താൻ കഴിയൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവം നമ്മോട് ആലോചനകൾ എന്തെങ്കിലും പറയുമ്പോൾ അതേറ്റെടുത്ത് പ്രാർത്ഥിച്ച് ജയമെടുക്കുമ്പോൾ പിശാചിൻ്റെ പദ്ധതികളൊക്കെ പൊളിഞ്ഞ് ദൈവജയം നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രതികൂലമായ മണ്ഡലങ്ങളിലാണോ? നാം ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ഇരുളിൻ്റെ മണ്ഡലങ്ങളാണോ? നാം ആയിരിക്കുന്ന മണ്ഡലങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ മണ്ഡലങ്ങളാണോ? അവിടെ ഈ പറയുന്നതായ ദൈവത്തെ ആരാധിക്കുകയും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും പിതൃപാരമ്പര്യം വിട്ട് ദൈവസ്ഥാനത്തിൽ വിശുദ്ധിയോടെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ദൈവസ്ഥാനിൽ നിലനിന്നാൽ നിന്നെ ദുഷ്ടനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നിന്നെ ദുഷ്ടൻ എന്തൊക്കെ പദ്ധതികൾ നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മയാക്കുവാൻ അവൻ പദ്ധതി ഇട്ടാലും അവൻ്റെ പദ്ധതി ഒരിക്കലും നിറവേറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതായ വേർപെട്ട ജീവിതമുള്ളവരെ ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ കാത്തുകൊള്ളും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഉന്നതനായ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്, നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ആത്മാവിൻ്റെ ശക്തി നമ്മോട് കൂടെയുണ്ട്. ദൈവം ദൈവത്തിൻ്റെ അത്ഭുതമായ കരങ്ങളിൽ നമ്മെ വഹിക്കുവാൻ ഇടയായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം കാലങ്ങളിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്തോത്രം ദൈവത്തിൻ്റെ വാദപീഠത്തിൽ നിർത്തിയിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയ പദ്ധതിയല്ല, സ്തോത്രം വലിയ പദ്ധതി തന്നെയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ ഒരുവനിൽ ഉണ്ടെങ്കിൽ ശത്രു ഹല്ലേലൂയ പല്ല് കടിക്കും. ദൈവത്തിന്റെ പദ്ധതി ഒരുവനിൽ ഉണ്ടെങ്കിൽ ശത്രുവിന് പ്രൈസലാമേ ഹല്ലേലൂയ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്തോത്രം, ശത്രുവിന്റെ പ്രവൃത്തികളെ പ്രൈസലാമെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ തകർക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിച്ചാൽ ജയമുണ്ട് ക്രിസ്തുവിൽ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം പ്രൈസലാമെ ഹല്ലേലൂയ നമ്മോട് ചില ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ദൈവം ചിലതെന്നിൽ നിന്നിലും ചില ആലോചനകൾ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവം എന്നിലും നിന്നിലും ചില പദ്ധതികൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും പ്രൈസലാമെ പദ്ധതികളെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് പ്രൈസലോ മുൻനിർണയങ്ങളുണ്ട്. പ്രൈസലാമെ ഹല്ലേലൂയ, പ്രൈസലാമെ നമ്മുടെ ദാരിദ്ര്യങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ കഷ്ടതകളെ മാറ്റുന്ന ദൈവം, നമുക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെ ദൈവം തൊടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവം അയച്ച് സ്തോത്രം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നീ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കാരണം പ്രൈസലാമേ ദൈവം ചില പദ്ധതികളെ ദൈവം നിന്നെ പരമേൽപ്പിക്കും. നിന്റെ അവസ്ഥകൾക്കൊക്കെ ദൈവം പ്രൈസലോ സ്ഥിതിക്കൊക്കെ മാറ്റം തരുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം പ്രൈസലാമേ പരിശുദ്ധാത്മാവ് ഒരു ആലോചന അയച്ചാൽ അതുപോലെ നടപ്പിലാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈസലാമേ ദൈവത്തിൻ്റെ ശബ്ദം പ്രൈസലാമേ നാം കേൾക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ, പ്രൈസലാമേ ഹല്ലേലൂയ. മാത്രമല്ല അവർ അത്ഭുതങ്ങളെ കണ്ടു, അവർ കണ്ണിൽ കണ്ടു, പ്രൈസലാമേ അവർ അനുഭവിച്ചു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. അതാണ് ഈ ദൈവം. അതുകൊണ്ട് പിശാച് വന്ന് പറയും, നിന്നെ ആരും പ്രൈസലോ വക കൽപ്പിക്കത്തില്ല, നിനക്ക് നേട്ടമുണ്ടാകില്ല, നിന്നെ ആരും ഒന്ന് ഗമനിക്കത്തില്ല, നിന്നെ പ്രൈസലാമേ ഹല്ലേലൂയ തള്ളും എന്നൊക്കെ പിശാച് മനുഷ്യരിൽ കൂടെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ശുശ്രൂഷകളെ അതിനെ ഉന്മാലമാക്കുവാൻ അവൻ പദ്ധതികളെ ഒരുക്കും. നമ്മളെ ജീവിതത്തിൻ്റെ ശക്തമായ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അതിനെ ഇല്ലാതാക്കുവാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ ദൈവമുള്ള സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിന്നെ മാറ്റി നിർത്തുന്ന ദൈവമല്ല, നിന്നെ ദൈവം അവഗണിക്കുന്ന ദൈവമല്ല, നിന്നെ ദൈവം പ്രൈസലോ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. മനുഷ്യനൊക്കെ ഒരുപക്ഷെ അങ്ങനെ ചെയ്യും, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യില്ല. പ്രൈസലാമേ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യൻ്റെ ചിന്ത പ്രൈസലാമേ ഹല്ലേലൂയ ഒക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉയരുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവർ നന്മ അനുഭവിക്കുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ വളർച്ച മനുഷ്യന് ഇഷ്ടമല്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല. പ്രൈസലാമേ ഹല്ലേലൂയ. എത്രത്തോളം ദൈവം നിന്നെ വളർത്താൻ കഴിയും, അത്രത്തോളം വളർത്തുവാൻ, എത്രത്തോളം നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയും, അത്രത്തോളം നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്നെ എത്രത്തോളം നിന്നെ സമ്പന്നനാക്കാൻ കഴിയും,
അത്രത്തോളം ദൈവത്തിന് സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നിരാശയുടെ വാക്കുകളും നിരാശകളുടെ സംഭാഷണങ്ങളും നിരാശ വരുത്തുന്ന പ്രവർത്തനങ്ങളും ലോകത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ മനുഷ്യനെ പിശാചി കരങ്ങളിലെടുക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. ദൈവം ഉയർത്താം എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തും. മരുഭൂമിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സർപ്പത്തെ ഉയർത്തിയ ദൈവം. കാൽവറിയിൽ അതേ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ ദൈവം. ഹല്ലേലൂയ. ഉയർപ്പിന്റെ കരം, ഹല്ലേലൂയ, തേജസ്സിന്റെ കരം, ഹല്ലേലൂയ, ദൈവത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരെ ആരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. മറിച്ച് അന്നും ഇന്നും ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ശത്രുവായ പിശാച് നിന്റെ പരാജയത്തെ കണ്ട് അവൻ പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ പരാജയത്തെ തച്ചുടച്ചുകൊണ്ട് പുതിയ അനുഭവങ്ങളിലേക്ക് ദൈവം നടത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. തേജോമനായ ദൈവം, സർവശക്തനായ ദൈവത്തിൻ്റെ ആലോചനയുടെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഉരുക്ക് പോലുള്ളതാണ്. ഹല്ലേലൂയ. എന്തൊക്കെ വന്നാലും തീക്കൂടെ കടന്നു പോയാലും വേദനയുടെ കടന്നു പോയാലും പ്രയാസങ്ങളുടെ കടന്നു പോയാലും പ്രതിസന്ധികളുടെ കടന്നു പോയാലും പ്രതികൂലങ്ങളുടെ കടന്നു പോയാലും ഏതവസ്ഥയിലും കടന്നു പോയാലും ഉരുക്കുപോലെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഉരുക്ക് ഹല്ലേലൂയ കഷ്ണം ഇരിക്കുന്നത് പോലെ ഹല്ലേലൂയ അത് ഹല്ലേലൂയ വെന്തു പോകാതെ തന്നെ ഇരിക്കും. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ അങ്ങനെയാണ്. അരുമനാഥനായ ദൈവത്തിൻ്റെ പദ്ധതികളും അവൻ്റെ വ്യവസ്ഥകളും ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, മുന്നേറുവാൻ പരിശുദ്ധ ആത്മാവ്. 2 യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരം നമ്മോട് കൂടെയിരിക്കും. 3 ദൈവം ഹല്ലേലൂയ നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, നീ ഏതവസ്ഥയിരിക്കുന്നു എന്നുള്ളത് ദൈവം അറിയുന്നു. അവൻ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ തരുന്ന ദൈവമാണ്. ദൈവം ഹല്ലേലൂയ നമ്മെ കാത്ത് പരിപാലിക്കുന്ന സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരം തന്നെയാണ്. മനുഷ്യൻ പല പരിധികളും അടയ്ക്കും. നമുക്ക് വേണ്ട നന്മകൾ, നമുക്ക് വേണ്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം അനുഭവിക്കേണ്ടതൊക്കെയും ശത്രുവായ പിശാച് അല്ലെങ്കിൽ മനുഷ്യൻ അടയ്ക്കും. എന്നാൽ സ്തോത്രം, ദൈവം അങ്ങനെയല്ല. ഒരു വഴി അടഞ്ഞാൽ 7 വഴി തുറക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എനിക്കും നിനക്കും പ്രതീക്ഷിക്കുവാൻ വകയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വഴി അടച്ചാൽ ദൈവം 7 വഴി തുറക്കും. ഹല്ലേലൂയ. ശത്രു മുമ്പാകെ വഴി തുറന്ന് മേശ ഒരുക്കുന്ന ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും എന്നിലും നിന്നിലും ഉള്ളിടത്തോളം ദുഷ്ടന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാ ചെയ്താലും അത് ക്ഷണിക മാത്രമേ അവൻ ചെയ്യൂ. അത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരമിറങ്ങി ദൈവം പ്രവർത്തിക്കും. ദൈവം തൻ്റെ കരമയച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ നാഥനായ ദൈവം, അരുമനാഥനായ ദൈവം സ്തോത്രം, ദൈവവചനം അയച്ച വിടുവിക്കുന്ന ദൈവമാണ്. സ്വർഗം
നമ്മെ നടത്തുന്ന ദൈവമാണ്. സ്വർഗം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആഴത്തിൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവവിശ്വാസി, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മല പോലും നീങ്ങിപ്പോകും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറഞ്ഞാൽ, നാം പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തോടെ പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ സംഭവിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കരം, ഹല്ലേലൂയ, അനുകൂലമായി ചലിച്ചു കൊണ്ടിരിക്കും. ദുഷ്ടവ്യാപാര കെട്ടുകളെ അഴിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തുടർത്തി വിട്ടുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം എന്നിലും നിലനിലും ഒരു പദ്ധതിയിട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം അത് നിറവേറ്റി തരുന്ന ദൈവമാണ്. ഒരുപക്ഷെ നീ കഷ്ടതയിൽ കൂടെ നടന്നു പോയാൽ നീ ചിന്തിക്കും, എൻ്റെ ജീവിതം അവസാനിച്ചോ എന്ന്. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരുന്നാലും എൻ്റെ ജീവിതം നശിച്ചോ എന്നൊരു പക്ഷെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ശത്രു തരുന്ന ചിന്തയാണ്, മറിച്ചു നിന്റെ കൂടെ പ്രൈസ് ദി ലോർഡ് ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സകലത്തിൻ്റെ ഉടയവനായ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. രഥങ്ങളിൽ ആശ്രയിച്ചതുകൊണ്ട് രക്ഷയില്ല, കുതിരകളിൽ ആശ്രയിച്ചതുകൊണ്ട് രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. രഥം അത് യാത്ര ചെയ്യുന്നതാണ് രാജാക്കന്മാർ. കുതിര അതും യോദ്ധാക്കൾ, അല്ലെങ്കിൽ പണ്ട് രാജാക്കന്മാർ യാത്ര ചെയ്യുന്നതാണ്. താൽക്കാലികമായ ഒരു യാത്ര. പക്ഷേ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. മറിച്ചു, സ്തോത്രം, ദൈവത്തിൽ ആശ്രയിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതം നീ ജീവിക്കുന്നത് പോലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ പോലും അറിയാത്ത രീതിയിൽ നിന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അനേക ഭാരങ്ങൾ വരട്ടെ, നീ പോലും അറിയാതെ അതിൻ്റെ നടുവിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് ലോകത്തിൽ എന്നെ നിന്നെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഉന്നതനായ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾ കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾ കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തലചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അനുഭവമായിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് തലചായ്ക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ മറുവിലയായി ക്രൂസിൽ അവൻ ജീവനെ അർപ്പിച്ചത് നമുക്ക് തലചായ്ക്കുവാനാണ്. അതുകൊണ്ട് ധൈര്യമായി നീ തലചായ്ച്ചുറങ്ങ്. ധൈര്യമായി നീ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കൂ. ധൈര്യമായി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കൂ. ധൈര്യമായി നീ ജീവിക്കൂ. കാരണം പ്രൈസ് ദി ലോർഡ്, ദൈവം ക്രൂശിൽ കൂടെ നിനക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ദൈവം നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. പിശാചിൻ്റെ പദ്ധതിയിൽ നിന്നോ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നോ, പിശാചിൻ്റെ കെട്ടിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ മുക്തി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജാതീയ പ്രൈസ് ദി ലോർഡ് വ്യവസ്ഥകൾ ബന്ധക്കോസിലേക്ക് കൊണ്ടുവരല്ലേ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വ്യവസ്ഥയുണ്ട്, നമുക്കൊരു ഹല്ലേലൂയ ആലോചനയുണ്ട്, നമുക്കൊരു ആരാധന ക്രമമുണ്ട്, നമുക്കൊരു ഹല്ലേലൂയ നിയമമുണ്ട്. പുതിയ നിയമം ബൈബിൾ, നമുക്കൊരു ആലോചനയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമം പുതിയ നിയമം അടങ്ങിയതായ തിരുവചനം നമുക്കുണ്ട്. അതുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന സത്തുകൾ, അതിലടങ്ങിയിരിക്കുന്ന വചനങ്ങളെ പഠിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി
ദൈവത്തിൻ്റെ ആലോചന നിൽക്കുക. ഒരു സംഗതിയും നാം കടമെടുക്കരുത്. മറ്റുള്ളവരുടെ സമുദായത്തിലുള്ള വ്യവസ്ഥകൾ നാം കടമെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവ ആലോചന ജീവിച്ച് ഒരു അനുഗ്രഹം പ്രാപിച്ച് എന്നാൽ മുന്നേറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസം വിവരിക്കും. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.